നിങ്ങൾക്ക് എന്താണ് മ്യൂച്വൽ ബ്രേക്കപ്പ് എന്നറിയാമോ? അതായത് നമ്മൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലിരിക്കുന്ന സമയത്ത്, അതായത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ലവ് ആണെങ്കിലും എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ ഒരാളെ പെട്ടെന്ന് ഇട്ടിട്ട് പോകരുത്. അങ്ങനെ ഒരിക്കലും ആരോടും ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരാളെ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ, അത് ലവ് ആണെങ്കിലും വിവാഹമാണെങ്കിലും ഡിവോഴ്സ് ആണെങ്കിലും കൃത്യമായിട്ടുള്ള ക്ലോഷർ കൊടുക്കണം. നിങ്ങളെ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട്, അല്ലെ നിങ്ങളുടെ ഇന്ന ഇന്ന സ്വഭാവം കൊണ്ട് നമുക്ക് തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ല, അല്ലെ അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, രണ്ടു പേർക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടൊരു ക്ലോഷർ കൊടുക്കണം. അതാണ് ഏറ്റവും മര്യാദ. അത് ഇന്ന് ആളുകളൊന്നും ചെയ്യുന്നില്ല. സാധാരണ ഞാൻ ഒബ്സർവ് ചെയ്ത പാറ്റേണുകളിൽ, അതായത് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഒരാൾ ആയിരിക്കും ആ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നത് ആ ഒരു വ്യക്തിയായിരിക്കും. പലപ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന റിജക്ഷൻസ് അല്ലെങ്കിൽ ഈ ഉപേക്ഷിച്ച് പോലെ നേരിടേണ്ടി വരുന്നതും ആ വ്യക്തിയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പോകും. അല്ല, എല്ലാം നഷ്ടപ്പെട്ടിട്ട് അയാളെ ഒരു നടുക്കടലിൽ ഇട്ടിട്ട് പോകുന്നതിന് തുല്യമായിട്ടൊരു ഫീലായിരിക്കും. ആ വേദന ഒരിക്കലും എന്താണ് പറയുക താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് അങ്ങനെ ക്ലോഷർ കൊടുക്കാതാണ് നിങ്ങൾ ബന്ധം ഉപേക്ഷിച്ചെങ്കിൽ അയാളോട് പറയാം, നിങ്ങളുടെ 10 കുറ്റങ്ങളായിരിക്കും. പക്ഷേ അയാൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. അയാൾ എന്നെ എന്ത് കുറ്റം കണ്ടാണ് മറ്റേ ആൾ ഉപേക്ഷിച്ച് പോയതെന്ന് ചിന്തിച്ച് അവരൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലോട്ട് പോകും. ചിലപ്പോൾ 10 കുറവുകളെ അയാൾക്ക് കാണത്തുള്ളൂ. അയാൾ ഈ 90 അയാൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കും. അത് പുരുഷനാണെങ്കിൽ അയാൾ ഒരു ഡിപ്രഷൻ്റെ ലെവലിലേക്ക് പോകും. ഡിപ്രഷൻ ലെവലിലേക്ക് പോയിട്ട് അയാൾ എന്താണ് പറയുക, ഡ്രഗ്സ്, മയക്കുമരുന്ന്, ആൽക്കഹോൾ, പിന്നെ സ്വയം നശിക്കാനുള്ള പരിപാടികൾ എല്ലാം ചെയ്തിട്ട് ഒക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. പല ആളുകൾക്കും തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഉപേക്ഷിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല. ആ വേദന അവർ നീറി ഇല്ലാതാവുന്ന ഒരു അവസ്ഥ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിലായിരിക്കുകയാണെങ്കിലും നമ്മളൊരാളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ക്ലോഷർ കൊടുക്കുക, കൃത്യമായിട്ട് പറയുക, നിങ്ങളെ ഇന്ന കാര്യങ്ങളുണ്ട്, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ചില ആളുകൾ ഒരാളെ ഒഴിവാക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ നമ്മളെ ഒഴിവാക്കുന്ന ഒരു രീതി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അതും വളരെ തെറ്റാണ്, വളരെ പെയിൻഫുള്ളാണ്. നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ജെന്യുവനായിട്ടും സത്യസന്ധമായിട്ടും പറഞ്ഞിട്ട് പോവുക. അതാണ് ഏറ്റവും മര്യാദയായിട്ടുള്ള കാര്യം. ഇതിനെ ആണ് നമ്മൾ മ്യൂച്വൽ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് ബ്രേക്കപ്പിന് പോവുകയാണെങ്കിൽ മ്യൂച്വൽ ബ്രേക്കപ്പ് തന്നെ ചെയ്യുക. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, നമ്മൾ മറ്റൊരാൾക്ക് ഒരു ഫാൾസ് ഹോപ്പ് കൊടുക്കാതിരിക്കുക. അതൊരു വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒരു ഫാൾസ് ഹോപ്പ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ശ്രദ്ധിക്കാം. അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പിലിരിക്കുന്ന ആൾ നമുക്കൊരു ഹോപ്പ് കിട്ടുവാണെങ്കിൽ അതൊരു ഫാൾസ് ഹോപ്പാണോ എന്നൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മൾ മറ്റൊരാളെ ട്രസ്റ്റ് ചെയ്ത് ഒരുപാട് ആഴത്തിൽ ട്രസ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ ഇല്ലാതാവുന്ന ഒരു പോയിന്റിലേക്ക് ഒരിക്കലും പോകരുത്. ഇതൊക്കെ നമ്മൾ വളരെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവോൾവ് ആവാൻ. നമ്മളെ നഷ്ടപ്പെടുത്തിയിട്ട് മറ്റൊരാളെ സ്നേഹിക്കാൻ പോകുമ്പോൾ അത് അത്രത്തോളം വർത്താണോ ഇല്ലയോ എന്നൊക്കെ വാലിഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. പിന്നെ മറ്റ് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. രണ്ടുപേർക്കും അറിഞ്ഞുകൂടാ ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഇതെങ്ങോട്ട് പോകുന്ന ട്രെയിനാണെന്ന് അറിഞ്ഞുകൂടാത്ത റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ജെന്യുവിനായിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അയാളോടും അയാളുടെ ഉദ്ദേശം എന്താണെന്ന് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ മറ്റൊരു രീതിയിൽ മറ്റേതെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടി ഫേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ജെന്യുവിനായിരിക്കുക, മാക്സിമം ജെന്യുവിനായിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടന്നോളൂ.